ഈ വണ്ടി എന്തിനാ ഉണ്ടാക്കിയെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. സംശയം വന്നിട്ട് നമ്മുടെ ആശാനോട് ചോദിച്ചു, ആശാനെ ഇത് എന്തിനാണ് ഈ സാധനം ഉണ്ടാക്കിയത്? അപ്പൊ ആശാന്റെ ഒരു ഊഹം പറഞ്ഞ എന്താന്ന് ചോദിച്ചാല്, ബുള്ളറ്റ് ഉണ്ടാക്കണ ചേട്ടന്മാരുടെ അടുത്ത് വന്ന് ഏതോ ഒരു പയ്യൻ ചോദിച്ചു, നമുക്കൊരു അര ബുള്ളറ്റ് കിട്ടുമെന്ന്. അപ്പൊ അന്ന് ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നുള്ളൂ അവരുടെ കയ്യിൽ. അങ്ങനെ ആ പയ്യന്റെ ചോദ്യം കേട്ടിട്ട് അവരാകെ ദുഃഖിതനാക്കി ഉണ്ടാക്കിയ ഒരു അര ബുള്ളറ്റിന്റെ കഥയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. രസം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു അര ബുള്ളറ്റാന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇതിനെ വില കുറച്ച് കാണാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ 100-ന് മേളിലൊക്കെ സ്പീഡിൽ ഹൈവേ ഭയങ്കര ഹാൻഡ്ലിങ്ങും അതുപോലെ കൺട്രോളിങ്ങും ബ്രേക്കിങ്ങും കോർണറിങ്ങും എല്ലാ കാര്യവും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വണ്ടിയാണ്. അതുപോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് കേട്ടുന്നില്ല. ഈ വണ്ടിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓടിക്കുന്ന ദൂരത്ത് ഇവിടെ വരെ ഓടിക്കുന്ന ദൂരം 11,682 കിലോമീറ്റർ മാത്രമാണ്. ഈ വണ്ടിയുടെ ഓണർഷിപ്പ് ആണെങ്കിൽ സിംഗിൾ ഓണർഷിപ്പാണ്. അതുപോലെ ഈ വണ്ടി 2025 മോഡൽ വണ്ടിയാണ്. നമ്മുടെ മെട്രോ വേരിയൻ്റ് ആണ്. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ്. അതായത് ലൈക്ക് എ ന്യൂ വണ്ടി, അതായത് ഒരു പുത്തൻ വണ്ടി എങ്ങനെ ഉണ്ടോ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ഷോറൂമിൽ പോയി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എത്ര ക്വാളിറ്റിയിലാണോ അതിനൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ വണ്ടിയുടെ വില 1,75,000 രൂപയാണ്. അത് നെഗോസിയേഷൻ ഉള്ളൊരു വിലയാണ്, നമ്മൾ ആസ്ക് ചെയ്യുന്നൊരു വിലയാണ്. വിലകൾ എപ്പോഴും വിളിക്കാനുള്ളൊരു മീഡിയേഷൻ മാത്രമാണ്. നേരിട്ട് വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നല്ലൊരു വിലയ്ക്ക് ഡീലാക്കാൻ പറ്റും. ഈ സംഭവവാസങ്ങളൊക്കെ നടക്കുന്ന എവിടെയാണെന്ന് പലരും അതിശയോക്തിയോടെ കമന്റ് ബോക്സിൽ ചോദിക്കുന്നത് കാണാറുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് നമ്മളുടെ കോട്ടയം ജില്ലയിലാണ്. കേരളത്തിൻ്റെ ഏറ്റവും താഴെ നോക്കും മേളിൽ വരുന്ന കോട്ടയം ജില്ലയിലാണ്. അപ്പോൾ നമ്മളുടെ വണ്ടിക്ക് വേണ്ടിയുള്ള ഡീറ്റെയിൽസിന് വേണ്ടി ബയോയിൽ നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് നേരെ വിളിക്കാം. അടുത്ത വണ്ടിക്ക് പാലാക്ക് പോരെ ഞങ്ങളുടെ വെയിറ്റിംഗ് ആണ് പോയി.